നമസ്കാരം ഡാക്കുഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സബ്സ്ക്രൈബർ ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റ് നമ്മളിപ്പോൾ മാക്കിൽ വർക്ക് ചെയ്യുകയാണ്. ആ ഒരു പ്രൊജക്റ്റിനെ നമുക്ക് വീണ്ടും അതിനെ വിൻഡോസിൽ കൊണ്ട് റീ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് പുള്ളിയുടെ സംശയം, പുള്ളി സ്റ്റുഡിയോയിൽ മാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് തീർന്നില്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്ത് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് വിൻഡോസിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സംഭവം ഇത് വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ടി ആവശ്യമുള്ളത് നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവോ അത് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ കണക്ട് ചെയ്ത കാര്യം നമുക്കിതൊന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകണമല്ലോ. ആദ്യം തന്നെ ഞാൻ ഡാവിഞ്ചി ഓപ്പൺ ചെയ്യാണ്. ഓൾമോസ്റ്റ് ഒരേ വേർഷൻ 20 ആണെങ്കിൽ 20 രണ്ടിലും ഒരേ വേർഷൻ വരണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ, അതായത് 20 ചെയ്തൊരു വർക്ക് ഒരു പക്ഷേ 19 എടുക്കണം ചാൻസ് ഇല്ല. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂ 1122 എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് എന്തോ ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ ടൈം ലൈൻ്റെ അകത്ത് വന്നു. ഇതിപ്പോൾ മാക്കിൻ്റെ അകത്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇത് നമുക്ക് വിൻഡോസിൻ്റെ അകത്ത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള, റീ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് വീഡിയോസ്, ഇതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. ഈ ഒരു വീഡിയോസ് 4 ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഞാനിത് പർബിൽ നിന്നാണ് ആഡ് ചെയ്തത്. അത് കാരണം തന്നെ ഇതിപ്പം മീഡിയ പൂളിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മീഡിയ പൂളിലേക്ക് ആഡ് ആയെന്ന് കാണാൻ പറ്റും. ഇതിലൊരു ടൈം ലൈനും ബാക്കി മീഡിയ ആണ്. വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ന്യൂ ബിന്ന് ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ മീഡിയ എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എന്നുള്ളൊരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓഡിയോ അല്ലല്ലോ, ടൈം ലൈനും മീഡിയസും മാത്രം ആയതുകൊണ്ട് മീഡിയനെ മൊത്തം ഞാൻ ഈ ഫോൾഡറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ഒരു ബിന്നും കൂടെ, അതായത് ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ടൈം ലൈൻ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ടൈം ലൈൻ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഓക്കെ അല്ലേ. ഇനി എനിക്ക് ഈ പ്രൊജക്റ്റ്, എൻ്റെ പ്രൊജക്റ്റിനെ എനിക്കിതിനെ കോപ്പി ചെയ്യണം. എങ്ങനെ ചെയ്യാം? Shift 1 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെനു വീണ്ടും കിട്ടും. ഓപ്പൺ വിൻഡോ അല്ലേ, ഇത് വീണ്ടും കിട്ടും. ഇതിൽ ഏതാണ് പ്രൊജക്റ്റ്? ഇതാണ് അല്ലേ. ഞാൻ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പോർട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് സെറ്റിങ്സ് വരും. അതിൽ ലാസ്റ്റ് ആയിട്ട് വരുന്ന എക്സ്പോർട്ട് ആക്റ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. എക്സ്പോർട്ട് പ്രൊജക്റ്റ് ആക്റ്റീവ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പെൻ ഡ്രൈവ് ആണിത്. നിങ്ങൾക്ക് SSD ആണോ ഹാർഡ് ഡിസ്ക് ആണോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇത് സെലക്ട് ചെയ്തു കേട്ടോ. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്താണ്, ഫോർ വിൻഡോസ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പിന്നെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫോർ വിൻഡോസ് എന്നുള്ള പേര് കൊടുത്ത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ആ ഒരു ഫയലിൻ്റെ നെയിം അങ്ങനെ തന്നെ കൊടുത്ത് സേവ് കൊടുത്തു. ഓക്കെ, എന്തൊക്കെ ഇതിന് ഇൻക്ലൂഡഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. മീഡിയ വേണോ, റെൻഡർ ക്യാഷ് വേണോ, പ്രോക്സി വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ മീഡിയ മാത്രം മതി. ഇവിടെ റെൻഡർ ക്യാഷ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻഡർ ക്യാഷും ആഡ് ചെയ്യാം, പ്രോക്സി ആഡ് ചെയ്യാം. പ്രോക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയലിന് സൈസ് കുറച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ, അതായത് 4K ഒക്കെ ചെറിയ കമ്പ്യൂട്ടറിൽ, സ്പെക്ക് കുറഞ്ഞ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോക്സി മീഡിയ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പ്രോക്സി എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കോപ്പി ചെയ്യുന്നത് കാണാം. ഓക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ മാക്കിൻ്റെ അകത്ത് പെൻ ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് EXFAT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് വേറെ നമ്മൾ APFS അല്ലെങ്കിൽ മാക് എക്സ്റ്റൻഡ് ജേണലോ കൊടുത്തു കഴിഞ്ഞാൽ അത് വിൻഡോസിൽ സപ്പോർട്ട് ആവില്ല. പകരം നമ്മൾ വിൻഡോസിലാണ് ഫോർമാറ്റ് ചെയ്യുന്നതെങ്കിൽ NTFS കൊടുത്തു കഴിഞ്ഞാൽ അത് മാക്കിലും സപ്പോർട്ട് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, EXFAT അല്ലെങ്കിൽ FAT32 എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പിലേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നേരെ വിൻഡോസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഈ സെയിം സംഭവം നമ്മൾ വിൻഡോസ് PCൻ്റെ അകത്ത് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് നമുക്ക് ഒരുപാട് രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ ഡാവിഞ്ചി ഓൺ ചെയ്ത് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് എവിടെ വരിക, ഓക്കെ, മൈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇവിടെ ഈ ഒരു ഫയൽ ഉണ്ടാവും, ഫോർ വിൻഡോസ് എന്നുള്ളൊരു, ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ. ഇതിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇതിനെ ഡബിൾ ക്ലിക്ക് അടിച്ചാലും മതി. ഞാനിപ്പോൾ ഇതിനെ ഡബിൾ ക്ലിക്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഡാവിഞ്ചി ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ അല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഡാവിഞ്ചി ഓപ്പൺ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. രണ്ട് രീതിയും കാണിച്ചു തരാം. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തേ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ലോഡായത്, ഇമ്പോർട്ടിങ് പ്രൊജക്റ്റ് എന്നാണ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു പെൻ ഡ്രൈവ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സ്ലോ ആവുന്നത് കേട്ടോ. അത് USB 2 ആണ്. അതിന് പകരം നിങ്ങൾക്ക് ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടാവും കേട്ടോ. SSD, എക്സ്റ്റേണൽ SSD ഒക്കെ അല്ലേ, അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോഴേക്ക് പെട്ടെന്ന് അടിച്ച് കയറി ഓണായിട്ട് വരികയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മീഡിയ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും കാണിക്കുന്നത് അല്ലേ. ഇതൊരു പ്രശ്നമായിട്ട് കാണണ്ട. ഈ ഒരു ചെയിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ, ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മിസ്സിങ് കാണിക്കുന്നത്, ഇവിടെ ലൊക്കേറ്റ് എന്നുണ്ടോ, ഈ ലൊക്കേറ്റ് കൊടുത്തിട്ട് നമ്മുടെ പെൻ ഡ്രൈവ്, ദിസ് PCയുടെ അകത്ത് നമ്മുടെ പെൻ ഡ്രൈവ്, അതിൻ്റെ അകത്ത് ഫോർ വിൻഡോസ്, ഈ ഒരു ഫോൾഡർ മീഡിയ ഫോൾഡറിൻ്റെ അകത്താണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ. ആ മീഡിയ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയ ഫയലുകളൊക്കെ റിട്ടേൺ തിരിച്ചു വരും കേട്ടോ. കണ്ടോ.
അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഫയൽ മിസ്സിംഗ് കാണിക്കുന്നത്. ഇങ്ങനെയല്ല, നമുക്ക് എൻ്റെ പ്രോജക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ മിസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മാക്കിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വിൻഡോസിൽ നമ്മൾ സെറ്റ് ആയാലും ഇനി വിൻഡോസിൽ നിന്ന് മാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സ്പോർട്ട് ചെയ്യണം അല്ലേ. ഷിഫ്റ്റ് 1 അടിക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റ് ഇതാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് വരിക എക്സ്പോർട്ട് പ്രൊജക്റ്റ് ആർച്ചീവ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കാം. വീണ്ടും നമ്മുടെ പെൻഡ്രൈവിൻ്റെ അകത്ത് വരാം. നിങ്ങളുടെ SSD കേട്ടോ. SSDയിൽ എത്ര സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാര്യം പെൻഡ്രൈവ് പെട്ടെന്ന് സ്പേസ് ഇല്ലാതെയാവും, അതുപോലെ സ്പീഡിൽ വർക്ക് ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഫോർ മാക് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടേക്ക് ഓപ്പൺ ചെയ്തു. അവിടേക്ക് പ്രൊജക്റ്റ് എന്നുള്ള പേര് തന്നെ കൊടുത്ത പേരൊന്നും കൊടുക്കേണ്ടതല്ല. സേവ് ചെയ്തു. ഇതിലെനിക്ക് മീഡിയ മാത്രം മതിയില്ലേ, വേറെ ഒന്നുമില്ല. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് വീണ്ടും പെൻഡ്രൈവിൻ്റെ അകത്തേക്ക് കോപ്പിയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വീണ്ടും മാക് ഓൺ ചെയ്തിട്ട് അതിലൊന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് മാക്കിൻ്റെ അകത്ത് നോക്കാം അല്ലേ. ഞാൻ വീണ്ടും ഡാവിഞ്ചി ഓൺ ചെയ്തു. നേരത്തെ ഞാൻ ആ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് അടിച്ച് ഓൺ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഡാവിഞ്ചി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം അല്ലേ. 220 ആണ് വേർഷൻ, അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. 190 ഒന്ന് 20 ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20ൽ ചെയ്ത പ്രൊജക്റ്റ് ഒരു പക്ഷേ 90ൽ ലോൺ ആവാനുള്ള ചാൻസ് കുറവാണ്. നോക്കുക എന്തായാലും. അപ്പോൾ ഞാൻ ഇവിടേക്ക് പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ്. ഈ ഒരു ഫ്രീ സ്പേസ് ഇല്ല ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് വരുന്ന എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് പ്രൊജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെ റീസ്റ്റോർ പ്രൊജക്റ്റ് ആർച്ചീവ് എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റോർ പ്രൊജക്റ്റ് ആർച്ചീവ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ ഫോർ മാക് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. എവിടെയാണ്? നമ്മുടെ പെൻഡ്രൈവിൻ്റെ അകത്ത് അല്ലേ. ഇതിൻ്റെ അകത്ത് ഫോർ മാക് ഈ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് ഓണാവും. കണ്ടോ, നമ്മൾ എങ്ങനെയാണോ ലാസ്റ്റ് പ്രൊജക്റ്റ് നിർത്തിയേക്കുന്നത്, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിരുന്നു അല്ലേ, അത് മൊത്തത്തിൽ വന്നു. ഇവിടെ ഇപ്പോൾ ആ റെഡ് കളറിൽ ഫയൽ മിസ്സാവാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? തൊട്ട് മുന്നേ നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ച് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ മീഡിയ ലോഡ് ആവില്ല. അതെന്തുകൊണ്ടാണ് അറിയാം? നമ്മൾ ഇമ്പോർട്ട് പ്രൊജക്റ്റാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ റീസ്റ്റോർ പ്രൊജക്റ്റ് വിത്ത് ആർച്ചീവ്, അതായത് ആർച്ചീവിനകത്ത് എന്തൊക്കെയുണ്ടോ, അതായത് ആ ഫോൾഡറിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ റീസ്റ്റോർ ആയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റീസ്റ്റോർ പ്രൊജക്റ്റ് വിത്ത് ആർച്ചീവ് കൊടുത്തിട്ട് എടുക്കുക. അപ്പോൾ ഫയൽ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും കാണിക്കില്ല. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വിൻഡോസിലും മാക്കിലും മാറി മാറി, അതായത് നിങ്ങളുടെ സ്റ്റുഡിയോയിലും വീട്ടിലും വേറെ ഫ്രണ്ടിന് കൊടുക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഈ ഒരു ഫയൽ മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിന് കൊടുക്കാനാണെങ്കിൽ ഇതിപ്പോൾ ഫോൾഡർ ആയിട്ടല്ലേ കിടക്കുന്നത്, അതിന് പകരം എന്ത് ചെയ്യാം? അപ്പോൾ ഫോർ മാക്കിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കംപ്രസ് ഫോർ മാക് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. സിപ്പ് ഫയലാണ് അത്. മാക്കിലും വിൻഡോസിലൊക്കെ വർക്ക് ഔട്ടോ. അത് ആക്ച്വലി കംപ്രസ് ഫോർ മാക് എന്നല്ല, കംപ്രസ് എന്നുള്ളത് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. ഫോർ മാക് എന്നുള്ളത് നമ്മൾ ഫോൾഡറിന് കൊടുത്തേക്കുന്ന പേരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കംപ്രസ് ന്യൂ ഫോൾഡറിനോ അങ്ങനെ എന്തെങ്കിലും ഫോൾഡറിൻ്റെ പേരെന്താണോ അതാണ് വരിക. അപ്പോൾ ഇതേപോലെ കംപ്രസ് ആവും. ഈ കംപ്രസ് ആയ ഫയലിനെ നമുക്ക് മറ്റൊരു പെൻഡ്രൈവ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ഫയലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ത്രൂ വാട്സപ്പ് അയക്കാം, ഇല്ലെങ്കിൽ ടെലഗ്രാം അയക്കാം, ഇല്ലെങ്കിൽ ഓൺലൈനിൽ ട്രാൻസ്ഫർ സൈറ്റുകൾ ഒരുപാടുണ്ട്, ഫ്രീ ട്രാൻസ്ഫർ, അതൊക്കെ ഇല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. പുള്ളിക്ക് അവിടെ ചെന്നിട്ട് ഇത് ഇപ്പോൾ കംപ്രസ് ചെയ്ത് ഈ സംഭവത്തിന് ഓപ്പൺ വിത്ത് ഏതെങ്കിലും ഫയൽ എക്സ്ട്രാക്ടറിൽ ഇട്ടിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി. ആർച്ചീവ് യൂട്ടിലിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ആർച്ചീവ് ആവും അല്ലേ. പിന്നെ നിങ്ങൾക്ക് വലിയ ഫയലുകളൊക്കെ ആണ് ഇതേപോലെ ബ്ലിപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലിപ്പിൽ അയക്കാൻ പറ്റും. ഇതൊക്കെ എൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെയാണ്. ഇത് പുറത്തുള്ളൊരു കമ്പ്യൂട്ടറാണ്. ഇതിലേക്ക് അയക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ ഡൗൺലോഡ് ആവും, നല്ല ഫാസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ആവും. ഓക്കെ അല്ലേ. വലിയ ഫയലുകളൊക്കെ ആണ് എങ്ങനെ സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇനി പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് അല്ലെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് അങ്ങനെ കൊടുക്കാം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ആർച്ചീവ് യൂട്ടിലിറ്റി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഫോൾഡറായിട്ട് ഇവിടെ വരും. അതായത് കൊണ്ടുപോയി ചെയ്യുന്ന ആൾ. അപ്പോൾ വിൻഡോസിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പൺ വിത്ത് ഫയൽ എക്സ്പ്ലോറർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എക്സ്പ്ലോർ ആവും. എന്നിട്ട് ആ ഫോൾഡറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോർ പ്രൊജക്റ്റ് അച്ചീവ് കൊടുത്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.